യെസ്, കുറെ പേര് പറഞ്ഞു ലോക ചാപ്റ്റർ 1 എന്ന് എക്സ്പ്ലനേഷൻ ഇടാൻ ഗൈസ്. അതേപോലെ എക്സ്പ്ലനേഷൻ ഇടുകയാണ്. 7 മണിക്ക് മുന്നേ കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ 7 മണിക്ക് മുന്നേ കിട്ടേക്കാന്ന് പറഞ്ഞിട്ട് 7 മണിക്ക് മുന്നേ ഇടുകയാണ് ഗൈസ്. അപ്പൊ ആദ്യമേ നമ്മുടെ ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു പെണ്ണാണ് കാണിക്കുന്നത് ഗൈസ്. ചന്ദ്രൻ എന്ന് പറഞ്ഞ പെണ്ണാണെങ്കിൽ അവിടെ വരുന്നു. നമ്മുടെ ഹീറോയിനൊക്കെ കാണിക്കുന്നു. അപ്പൊ ചന്ദ്രയാണെങ്കിൽ ഇതാവുന്നു. പിന്നെ ഹീറോയിന്റെ കുറെ പാർട്ടീസ് ഒക്കെ നടക്കുന്നു. അപ്പൊ പാർട്ടി നടക്കുമ്പോ കുറെ പേര് വരുന്നു. അപ്പോ അവന്റെ ഫ്രണ്ടൊക്കെ വരുന്നു. ഞാനിപ്പോ ഷോർട്ട് ആയിട്ട് പറയുകയാണ് ഗൈസ്. ഫ്രണ്ടൊക്കെ വരുന്നു, എന്നിട്ട് തരുന്നു. ഒരു പൂച്ചയെ തന്നിട്ട് പോവുകയാണ്. ഇത് പൂച്ചയ്ക്ക് ചെവി കേൾക്കില്ല, പൂച്ചയെ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് ഗൈസ്. ഇപ്പോൾ ചന്ദ്രയ്ക്ക് ഒരു സൂപ്പർ പവർ ഇതുപോലത്തെ കുറെ പവേഴ്സ് ഒക്കെ ഉണ്ട്. അവൾക്ക് റീജനറേറ്റ് ചെയ്യാൻ കഴിയും, ആൾക്കൊന്നും കൊല്ലാനൊന്നും പറ്റത്തില്ല. ഈ 1000 വർഷങ്ങളായിട്ട് എന്തൊക്കെ ഒരു കിളവി പോലെയാണ് അവള്, പക്ഷെ അവൾക്ക് റീജനറേറ്റ് ചെയ്യുന്ന പവർ ഉണ്ട്. ചിലവർ പറയുന്ന അവൾ യക്ഷിയാണെന്ന്, ചിലവർ പറയുന്ന അവര് ഭയങ്കര ഇതാണെന്നൊക്കെ കുറെ പേര് പറയുന്നു. അതൊന്നും റിയൽ ആണെന്നൊന്നും അറിയില്ല. അത് ചാപ്റ്റർ 2 കൊണ്ടാണ് നമുക്കെല്ലാം മനസ്സിലാവുള്ളൂ ഗൈസ്. പിന്നെ ചാപ്റ്റർ 1 എന്താന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ലോകയില് ചാപ്റ്റർ 1 ഇതുപോലെ ഇതിനകത്ത് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഇതുപോലെ ഈ റീജനറേറ്റ് ആകുന്ന ഇതെല്ലാം ആകുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയുടെ പൂച്ചയാണെങ്കിൽ വെളിയിറങ്ങി പോകുന്നു. അത് പിടിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മുടെ ചന്ദ്രൻ രക്ഷിക്കുന്നതാണ് കേസ് കാണുന്നത്. അപ്പൊ ചന്ദ്രനെ ഇവൻ കാണുന്നു. എന്നിട്ട് പറയുന്നു അവന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറയുന്നു, എന്നെ രക്ഷിച്ചത് ആ ചന്ദ്രയായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ റിയലി പിന്നെ അതിനുശേഷം പിന്നെ അവളുടെ ഫ്രണ്ടിനെ ആരൊക്കെയാണ് ശല്യം ചെയ്യുന്നത് അവരെയൊക്കെ കൊന്നു കളയുന്നു അവള്. അപ്പൊ അവളുടെ മേത്ത് കുറച്ച് ആസിഡൊക്കെ വീണിരുന്നു. അപ്പൊ കുറച്ച് ഡാമേജ് ഒക്കെ പറ്റിയിരുന്നു. അപ്പോൾ അവനൊക്കെ ശേഷം കാണുന്നു, എല്ലാരും മിണ്ടുന്നു രണ്ടുപേരും കൂടി ഓട്ടോ വെച്ച് ഗൈസ്. അതിന് ശേഷം കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇങ്ങനെയൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് നമ്മുടെ ആഹ്, ഒരുത്തനെ കാണുന്നില്ല. അവനെ കാണുന്നില്ല. ഇതിനെ തേടി ഇങ്ങനെയൊക്കെ അവൻ പോവുകയാണ് ഗൈസ്. പിന്നെ അതിന് ശേഷം ആഹ്, നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഇതുപോലെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അതേപോലെ ഫോളോ ചെയ്യുകയാണ് ഈ ചന്ദ്രയ്ക്ക് എന്തോ ഇതാണെന്ന് ഫോളോ ചെയ്യുമ്പോൾ ചന്ദ്ര എല്ലാവരെയും കടിച്ചു വിടുന്നതാണ് ഗൈസ് കാണുന്നത്. എന്നിട്ട് അവൾക്ക് ഇതുപോലെ സൂപ്പർ ജനറേറ്റ് ഇതുപോലൊക്കെ പവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതേപോലെ പവേഴ്സ് ഒക്കെ ഇത് കിട്ടുന്നു. ആഹ്, ചന്ദ്ര വലിയ പവർഫുൾ ആവുന്നു. അതിനുശേഷം സത്യത്തിൽ പറഞ്ഞ കുറെ പേര് അവൾക്ക് മറ്റേ രക്തമൊക്കെ വന്ന് രക്തം പോലത്തെ ഇതൊക്കെ സംഭവങ്ങളൊക്കെ തരാറുണ്ട് ഗൈസ്. റീജനറേറ്റ് ആകാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ്. അത് കുടിച്ചാൽ അവളെ കൊണ്ട് റീജനറേറ്റ് ആകാൻ പറ്റും. ഇങ്ങനെ പവർഫുൾ ആയിട്ടുള്ളതാണ്. ലോക സത്യത്തിൽ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കഥയാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അത് സൂപ്പർ നാച്ചുറൽ പവർ ആണോ, ഇല്ലെങ്കിൽ അത് 1000 വർഷമായിട്ട് അവളുടെ ദേഹത്തിരിക്കുന്നതാണോ, ഇല്ലെങ്കിൽ അവള് വേറെ പ്രേതമാണ്. ചിലവരൊക്കെ പറഞ്ഞു പ്രേതമാണ്, ചിലവരൊക്കെ പറഞ്ഞു സൂപ്പർ പവർ ഉണ്ടെന്ന്, ചിലവരൊക്കെ പറയുന്നു അവൾ അതാണ് ഇതാണെന്നൊക്കെ കുറെ പറയുന്നുണ്ട്. റിയലി പറഞ്ഞാൽ അതിനുശേഷമൊക്കെ കുറെ സൂപ്പർ പവർഫുൾ ഉള്ളവരെ കാണിക്കുകയാണ് ഗൈസ്. ഒരുത്തനെ കാണിക്കുകയാണ്. അവൻ പറയുകയാണ് എനിക്ക് 150 ചേട്ടന്മാരും അനിയന്മാരൊക്കെ ഉണ്ടെന്ന് ഗൈസ്. ഇങ്ങനെയൊക്കെ കുറെ ഇങ്ങനെയൊക്കെ പോകുന്നു. അതിനുശേഷം വലിയ പവർഫുൾ ആവുന്നു. ഈ ഇവള് ഭയങ്കര പവർഫുൾ ആവുന്നു. ചിലരൊക്കെ പറയുന്നു പ്രേതമാണ്, അങ്ങനെ കുറെയൊക്കെ പറയും ഗൈസ്. അതിനുശേഷം ഭയങ്കര പവർഫുൾ ആകുന്നു. ഇവര് അതിനുശേഷം എല്ലാ സീക്രട്ട് അറിയുകയാണ് ഗൈസ്. എല്ലാ സീക്രട്സ് കാര്യങ്ങളൊക്കെ അറിയുകയാണ്. എന്നിട്ട് അവൻ വന്ന് ചോദിക്കുകയാണ്, താങ്കൾ എന്തോ പ്രേതമാണോ അന്ന് കാണുമ്പോൾ ഇങ്ങനെ ഇരുന്നതെന്ന്. അവള് ജസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പൊ തന്നെ അവൻ മയങ്ങി വീഴുകയാണ് ഗൈസ്. ഇതൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം അവസാനം കുറെ പേരൊക്കെ കാണിക്കുകയാണ് ഗൈസ്. അവസാനം എല്ലാവരും പക്ഷെ ഇവളാണെങ്കിൽ ആദ്യം ഒരുത്തനെ കടിച്ചിരുന്നു. ആഹ്, ഒരു ഒരു പോലീസ് ഇൻസ്പെക്ടർ. അപ്പൊ പോലീസ് ഇൻസ്പെക്ടറിന് സ്മോക്കിങ് ഇങ്ങനെ ഇതുപോലത്തെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് അവന് ആ പവർ കിട്ടിയിരുന്നു ഗൈസ്. ആ പവർ കിട്ടിയത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ വീണ്ടും വന്നിട്ട് അവളുടെ കൂടെ ഫൈറ്റ് ചെയ്യുകയാണ്. കാരണം രണ്ടുപേർക്കും ഒരേ പവർ ഇല്ല, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അവസാനം വെളിച്ചമൊക്കെ കൊണ്ട് അങ്ങനെ കുറെ ഇതൊക്കെ ആകുമ്പോഴാണ് ഒരുത്തൻ വന്നിട്ട് പോലീസുകാരെയൊക്കെ മാറ്റുന്നത്. പോലീസുകാർ വരുന്ന അങ്ങനെ പോലീസുകാരെയൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ചന്ദ്രയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് വരുന്നു. അങ്ങനെ കുറെ ഇതൊക്കെ ആകുന്നു. അതിനുശേഷം എല്ലാം റീജനറേറ്റ് ഒക്കെ ആകുന്നു ഗൈസ്. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതാണ് ഈ സിനിമയുടെ എൻഡ് ഗൈസ്. ഞാൻ ഷോർട്ട് ആയിട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതിനകത്ത് കുറെ സീൻസ് ഒക്കെ ആവശ്യമില്ലാത്ത സീൻസ് ഒക്കെ ഇടപെടുന്നുണ്ട്. അതൊക്കെ ഒരുമാതിരി അവര് സംസാരിക്കുന്ന, അവര് ചുമ്മാ ഇരിക്കുന്ന, അവര് TV കാണുന്ന, പാർട്ടി കാണുന്ന ഇതുപോലത്തെ കുറെ കാര്യങ്ങളാണ് ഗൈസ്. നമ്മൾ മെയിൻ കഥകളാണ് ഞാനിപ്പോ പറഞ്ഞിരിക്കുന്ന മെയിൻ പാർട്സ്. ഓക്കെ ഗൈസ്, ബൈ ബൈ. നമുക്ക്